എ.പി. അബൂബക്കർ മുസ്ലിയാർക്ക് രോഗം കലശലാവുകയും അതിനെ തുടർന്ന് ആശുപത്രിയിൽ പോവുകയും മൈത്ര ഹോസ്പിറ്റലിൽ ദിവസങ്ങളോളം ICU-ലൊക്കെ ആയിട്ട് കിടക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്നത്. അന്ന് ഈ ബായാർത്ഥങ്ങൾക്ക് ഒന്ന് ഊതിക്കൂടായിരുന്നോ? അല്ലെങ്കിൽ ഈ മൈത്ര ഹോസ്പിറ്റലിലേക്ക്, മൈത്ര എന്നല്ല ഏത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ആംബുലൻസ് നേരെ ബായാർത്ഥങ്ങളുടെ മുറ്റത്തേക്ക് വിട്ടുകൂടായിരുന്നോ? സത്യത്തിൽ ഇദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് വളരെയധികം നടുക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളെ പിടിച്ചു കുലുക്കുന്ന ഒരു ചോദ്യമാണ് ഇദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. സാധാരണ 1-ാം ക്ലാസ്സിലെ ഒരു കുട്ടി MBBS ചോദ്യോത്തരങ്ങൾ ചോദിക്കുന്നത് പോലെ ആണ് ഇതിനെ എടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ആയത്തുകളോ ഹദീസുകളോ ഒരുപാട് കിതാബുകളിൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലേണ്ട ഒരാവശ്യമോ ഇല്ല. മറിച്ച് ചെറിയൊരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ ബുദ്ധിയുള്ളവർക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, അല്ലാഹു തആല പ്രവാചകന്മാർക്ക് മോജിസത്ത്, ആയാത്ത് അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുറേ ആളുകൾക്ക്, കുറേ പ്രവാചകന്മാർക്ക് അമാനുഷികമായ കഴിവുകൾ, അതിൽ തന്നെ ഖുർആനിൽ തന്നെ പല ഇതും മോജിസത്തും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതായത് മൂസാ നബി അലൈഹി സ്വലാമിന് വടിയാണ് കൊടുത്തത്. ആ വടി നിലത്തിട്ടാൽ പാമ്പാവുകയും അന്നത്തെ ആളുകൾ, അന്നത്തെ സിഹിർ ചെയ്യുന്ന ആളുകളെ അവരെ ചെയ്യുന്നതിനേക്കാളും മികച്ച, അവരെ അതിജീവിക്കുന്ന, ആ കാലഘട്ടത്തെ അതിജീവിക്കുന്ന ഒരു അമാനുഷിക കഴിവായിരിക്കും അത്. ആർക്കും തോൽപ്പിക്കാനാവാത്ത ഒരു കഴിവാണ് മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്തത്. അത്രയും കഴിവുള്ള, അതായത് ഒരു വടി നിലത്തിട്ടാൽ പാമ്പായി മറ്റുള്ളവരെ തോൽപ്പിക്കാൻ കഴിവുള്ള മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനെ ഇസ്ലാമിലേക്ക് ഫിർഔനെ പ്രബോധനം ചെയ്ത് മാറ്റാൻ വേണ്ടി എന്തിനാണ് കഷ്ടപ്പെട്ടത്? ഇതിൻ്റെ ഉത്തരം തന്നെയാണ് ഇവിടെയും. ഫിർഔനെ കൊല്ലാൻ വേണ്ടി ചെങ്കടലിനെ എന്തിനാണ് ആശ്രയിച്ചത്? ചെങ്കടൽ പിളർന്ന ശേഷം അതിലൂടെ മൂസാ നബി ഓടിയ ശേഷം പിറകിൽ നിന്നും ഫിർഔനിനെ സംഘത്തെയും ചെങ്കടൽ അവരുടെ മേലിൽ വന്നിട്ടാണ് അവർ കൂട്ടത്തോടെ മരിക്കുന്നത്. സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മൂസാ നബി അലൈഹി സ്വലാമിനെ പാമ്പിട്ടത്, അങ്ങനെ കുത്തിയ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച സംഭവം തീർന്നു. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി വേറൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്ദ്രനെ പിളർത്തിയിട്ടുണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന, മുസ്ലിങ്ങളായ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിൽ തൻ്റെ കാല് പൊട്ടി ചോര വന്ന സംഭവങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ ദരിദ്രനായിട്ടാണ് ജീവിച്ചത്. ഈ തപ്പന ഓലയുടെ അച്ച് തൻ്റെ പുറത്ത് കാണുന്ന രീതിയിലാണ് അവിടെ നിന്ന് ജീവിച്ചത്. അതുപോലെ തന്നെ പല ദിവസങ്ങളിലും തൻ്റെ അടുപ്പ് പുകയാറില്ല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ചന്ദ്രനെ പിളർത്തിയത്. എന്തുകൊണ്ട് ചന്ദ്രനെ പിളർത്തിയ ഒരാൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാതെ അവർ ജീവിച്ചു? എന്തുകൊണ്ട് അവർ ബദർ യുദ്ധം ചെയ്തു, ഖന്തക്ക് യുദ്ധം ചെയ്തു, ഖൈബർ യുദ്ധം ചെയ്ത് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇസ്ലാമിൻ്റെ പ്രോസസ്സ്, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ യുക്തിയാണ്, അള്ളാഹു നന്മയും തിന്മയുമെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് എന്ന് വിശ്വസിക്കുന്നിടത്താണ് ഒരു വിശ്വാസി എത്തേണ്ടത്. അതായത് ഇപ്പോൾ ഡോക്ടറെ കണ്ട് ബായാർത്ഥങ്ങളെ കഥയാണ് ഇദ്ദേഹം പറയുന്നത്. ബായാർത്ഥങ്ങൾക്ക് ഊതിക്കൂടെ, അത് വേറൊരു വിഷയമാണ്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബായാർത്ഥങ്ങൾ സത്യത്തിൽ സലാത്ത് ചൊല്ലുന്നത് കൊണ്ടാണ്, സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് രോഗം മാറ്റുക എന്നുള്ളൊരു രീതിയാണ് സ്വീകരിക്കുന്നത്. ആഴത്തിലുള്ള അറിവ് പഠിച്ചാൽ തീർച്ചയായിട്ടും സലാത്ത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, അതുകൊണ്ട് രോഗം മാറുമോ, ഖുർആൻ ഓതിയ രോഗം മാറുമോ, അല്ലെങ്കിൽ ഖുർആൻ ഓതി മന്ത്രിച്ച രോഗം മാറുമോ എന്നുള്ള കാര്യങ്ങൾ, ദുആ ചെയ്ത രോഗം മാറുമോ എന്നുള്ളതൊക്കെ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതിനുശേഷം കുറേ കാര്യങ്ങൾ പറയുന്നതിനൊന്നും ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ പറയുന്നത് ഒരു തെറ്റായൊരു കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു വലിയൊരു സംഭവമായി എടുക്കേണ്ട ഒരു കാര്യമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ ആരുടെ ഭാഗത്തോ ചേരുന്നതോ ഒരാളെ നിസ്സാരപ്പെടുത്തുന്നതോ അല്ല. അതായത്
ബായാർ തങ്ങൾ മുഖേനയാണ് രോഗം മാറേണ്ടത് എന്ന് അള്ളാഹു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുമെന്നാണ് ഈ പറയുന്ന നിങ്ങളുടെയും എൻ്റെയും വിശ്വാസം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബായാർ ഡോക്ടർ മുഖേനയാണ് രോഗം മാറേണ്ടത് എന്നാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കും. ഒരാളെ അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത്, എവിടെ നിന്നാണ് അള്ളാഹു ഒരാളെ മരിപ്പിക്കുന്നത്, ആ സ്ഥലത്തേക്ക് അയാൾ യാദൃശ്ചികമായി എത്തിച്ചേരും, അല്ലെങ്കിൽ അള്ളാഹു എത്തിക്കും. ഒരാൾ അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു കാര്യം ഉദ്ദേശിക്കുക പോലും ചെയ്യുകയില്ല. ഇപ്പം എനിക്കൊരു 10 രൂപ ഒരാൾ തരണമെങ്കിൽ അള്ളാഹു അയാളുടെ മനസ്സിൽ തരാൻ, എനിക്ക് അള്ളാഹു 10 രൂപ തരാൻ ഉദ്ദേശിച്ചെങ്കിൽ, വേറൊരാൾ വഴി ഉദ്ദേശിച്ചെങ്കിൽ അയാളുടെ മനസ്സിൽ ആദ്യം അള്ളാഹു തോന്നിപ്പിക്കുക എന്നതാണ് അള്ളാഹു ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിന് അതിൻ്റേതായ പല യുക്തികളും പല സംഭവങ്ങളും അത് നമുക്കറിയുകയില്ല എന്താണ് അതിൻ്റെ പിന്നിലെന്ന്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ നടക്കുകയുള്ളൂ. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഒരാൾക്ക് രോഗം മാറ്റാൻ സാധിക്കൂ. അത് ഡോക്ടറാണെങ്കിലും ശരി, അല്ലാത്ത ആളെങ്കിലും ശരി. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഒരു ചെടിക്കും സസ്യങ്ങൾക്കും ഔഷധ ഗുണങ്ങളുള്ളൂ. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ പ്രവാചകന്മാർക്ക് അവരുടെ മൗജത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു കാര്യം ഇവിടെ നടക്കുകയില്ല എന്നുള്ളതാണ് അടിസ്ഥാന വിശ്വാസം.